നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഭരണപക്ഷത്തായാലും ശരി, പ്രതിപക്ഷത്തായാലും ശരി, താൻ പിടിച്ച ഇടം ജയിക്കണം എന്ന നിലപാടാണ് CPM-നുള്ളത്. കാലങ്ങളായി നമ്മളിത് കണ്ടുവരുന്നതുമാണ്. തലസ്ഥാന നഗരത്തിൻ്റെ ഭരണം CPM-ന് നഷ്ടമായി. വെറുതെ നഷ്ടമായതല്ല, വമ്പൻ തോൽവിയാണ് CPM നേരിട്ടിരിക്കുന്നത്. LDF തകർന്ന് തരിപ്പണമായി പോയി. എന്തായാലും ആ തോൽവി അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് CPM-ന്റെ നിലപാട്. അതിനുവേണ്ടി അവർ എന്ത് വൃത്തികേടും ചെയ്യും, എന്ത് നെറുകേടും പ്രവർത്തിക്കും. ഇപ്പോഴിതാ തലസ്ഥാനത്തെ നഗരഭരണം പ്രതിസന്ധിയിലാക്കുന്ന ഒരു തീരുമാനവുമായിട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, തിരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഏതാണ്ട് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഒരു സർക്കുലർ, ഒരു കത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ്, നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ധനവകുപ്പ് ഒക്കെ ചേർന്ന് തീരുമാനിച്ച് സംസ്ഥാന സർക്കാർ ഒരു കത്ത് തിരുവനന്തപുരം നഗരസഭയ്ക്ക് നൽകി. അത് മറ്റൊന്നുമല്ല, 200 കോടി രൂപ നീക്കിയിരിപ്പ് നമ്മുടെ തലസ്ഥാന നഗരസഭയ്ക്കുണ്ട്, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കൈവശമുണ്ട്. അത് എത്രയും പെട്ടെന്ന് സംസ്ഥാന ട്രഷറിയിലേക്ക് നിക്ഷേപിക്കണം, 6 മാസത്തേക്ക് നിക്ഷേപിക്കണം എന്നാണ് ആ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ അത് ആ കത്ത് ശരിക്കും കൊടുത്തത് നവംബർ മാസത്തിലാണ്. നവംബർ 11-നാണ് ആ കത്ത് അയച്ചിരിക്കുന്നത്. നവംബർ 24-ന് മുമ്പ് ട്രഷറിയിൽ നിക്ഷേപിക്കണം എന്നാണ് ആ കത്തിൽ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ആ കത്തിൻ്റെ പുറത്ത് പ്രത്യേകിച്ച് നടപടികളൊന്നും മറ്റൊന്നും ഉണ്ടായില്ല. എന്നാൽ ഈ ഫലം വന്ന ഉടൻ, തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ഉടൻ തങ്ങൾക്ക് ഭരണം നഷ്ടമായി എന്ന് മനസ്സിലായതും CPM സംസ്ഥാന സർക്കാരിന് മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുകയും സർക്കാർ ഔദ്യോഗികമായി തന്നെ ഈ കത്തിൻ്റെ ഒരു ഫോളോ അപ്പ് നടത്തുകയും ചെയ്തിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഈ പണം സംസ്ഥാന ട്രഷറിയിൽ ഒടുക്കണം എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് ധനകാര്യ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി ജ്യോതിലാലാണ് ഇത് സംബന്ധിച്ച ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ നഗരസഭാ സെക്രട്ടറിക്കാണ് കത്ത് നൽകിയിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, 21-ന് പുതിയ കൗൺസിൽ യോഗം ചേരും. എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്യും. എന്നിട്ട് കൗൺസിൽ കൂടിയതായിട്ട് മിനിറ്റ്സ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ പുതിയ കൗൺസിൽ നിലവിൽ വന്നു. പിന്നെ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത് അടുത്ത ദിവസം. അതിന് കുറച്ച് സമയം കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 26-നാണ് തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. മേയറെ തിരഞ്ഞെടുക്കേണ്ടത് 26-നാണെന്ന് തോന്നുന്നു. എന്തായാലും അന്ന് ഈ പറഞ്ഞതുപോലെ കൗൺസിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് കൗൺസിൽ യോഗം ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ കൗൺസിലിന്റെ തീരുമാനമില്ലാതെ സെക്രട്ടറിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ 21-ാം തീയതിക്ക് മുമ്പ് എങ്ങനെയെങ്കിലും ഈ പണം, നഗരസഭയുടെ കൈവശം ഇരിക്കുന്ന നീക്കിയിരിപ്പ് ഫണ്ട് എങ്ങനെയെങ്കിലും സംസ്ഥാന ട്രഷറിയിലേക്ക് എത്തിക്കണം. അങ്ങനെ ചെയ്താൽ CPM-നുള്ള ഗുണം എന്താണെന്നും കൂടി അറിയണ്ടേ. വരുന്ന 6 മാസത്തേക്ക് ഫണ്ടില്ലാതെ, വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടത്താൻ കഴിയാതെ ഈ തലസ്ഥാന നഗരസഭ, തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രതിസന്ധിയിൽ പെടും. ദൈനംദിന ചെലവുകൾ മാത്രം നടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്ന ഒരു ചെറിയ ഫണ്ട് മാത്രമേ നഗരസഭയുടെ കൈവശം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ പിന്നെ 45 ദിവസത്തിനകം ഈ പ്രഖ്യാപിച്ച പല വമ്പൻ പദ്ധതികളും തുടങ്ങി വയ്ക്കാൻ നഗരസഭയ്ക്ക് സാധിക്കില്ല. ഫണ്ട് കൈവശമില്ലാത്തത് കൊണ്ട് നഗരസഭയ്ക്ക് ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല വികസന പ്രവർത്തനങ്ങളിൽ. ഇങ്ങനെ നഗരസഭയെ, പുതിയ കൗൺസിലിനെ, BJP നേതൃത്വം നൽകുന്ന പുതിയ കൗൺസിലിനെ പ്രതിസന്ധിയിലാക്കാൻ, ശ്വാസം മുട്ടിക്കാൻ വേണ്ടിയിട്ട് CPM-ന്റെ ബുദ്ധി കേന്ദ്രങ്ങൾ AKG സെന്ററിലിരുന്ന് ആലോചിച്ചുറപ്പിച്ചെടുത്ത ഒരു തീരുമാനമാണ് സംസ്ഥാന സർക്കാർ വഴി നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തും. അദ്ദേഹം വമ്പൻ പദ്ധതികൾ പ്രഖ്യാപിക്കും. കേന്ദ്ര നഗര ആസൂത്രണ വികസന വകുപ്പിന്റെ ഫണ്ട് തിരുവനന്തപുരം നഗരസഭയ്ക്ക് ലഭിക്കും. അതുപോലും വരുന്നത് സംസ്ഥാന സർക്കാർ വഴിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് മറക്കാൻ പാടില്ല. ഇവിടെ എല്ലാം ഫണ്ട് വകമാറ്റി കഴിഞ്ഞ കോർപ്പറേഷൻ രൂപീകരിച്ചതിന് ശേഷം ഇത്തരത്തിൽ ഫണ്ട് വകമാറ്റി വലിയ
തരികിടകൾ, വലിയ മറിമായങ്ങൾ ഒക്കെ നടത്തിപ്പോന്ന ചരിത്രമാണ് തിരുവനന്തപുരം നഗരസഭയ്ക്കുള്ളത്. അതിന് ആദ്യമായിട്ടൊരു മാറ്റം വരാൻ പോവുകയാണ്. കേന്ദ്ര നഗര ആസൂത്രണ വികസന വകുപ്പിൻ്റെതടക്കമുള്ള ഫണ്ടുകൾ ഇനി കൃത്യമായിട്ട് ചെലവഴിച്ചേ മതിയാവുള്ളൂ. കാരണം നഗരസഭാ ഭരണം BJPയുടെ കൈകളിൽ എത്തിയിരിക്കുകയാണ്. BJP ഈ വിഷയത്തിൽ ഉടക്കുണ്ടാക്കും. സംസ്ഥാന സർക്കാരുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടാൻ പോലും തയ്യാറായേക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ നഗരസഭാ കൗൺസിലിനെ, മേയർ ഉൾപ്പെടുന്ന BJP ഭരണത്തെ പ്രതിസന്ധിയിലാക്കാനും മുൾമുനയിൽ നിർത്താനും വേണ്ടിയിട്ട് അവരാൽ കഴിയുന്ന എല്ലാ പ്രവർത്തികളും അവർ എടുക്കും. ഈ വരുന്ന 4 മാസം കൊണ്ട് ഈ നഗരസഭയെ ജനങ്ങളുടെ വെറുപ്പ് നേടുന്ന തരത്തിലേക്ക്, ജനങ്ങൾ വെറുക്കുന്ന അവസ്ഥയിലേക്ക് തരം താഴ്ത്താൻ തങ്ങളാൽ കഴിയുന്ന എല്ലാ പ്രവർത്തികളും CPM-ന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ സ്വീകരിക്കുമെന്ന് ഉറപ്പാണ്. അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഇപ്പോൾ ഈ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. ധനകാര്യ വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ ഇപ്പോൾ നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് 200 കോടി രൂപ സംസ്ഥാന ട്രഷറിയിലേക്ക് മാറ്റണമെന്ന്. ഇതിനു മുമ്പും ഇതുപോലെ നഗരസഭകളുടെ പണം സംസ്ഥാന ട്രഷറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതൊന്നും തിരികെ കൊടുത്തിട്ടില്ല. അതിനൊന്നും കൃത്യമായി പലിശയും കൊടുത്തിട്ടില്ല. ഇത്തരത്തിൽ ഈ നഗരസഭകളുടെ, പഞ്ചായത്തുകളുടെയൊക്കെ ഫണ്ട് ഇത്തരത്തിൽ ട്രഷറിയിലേക്ക് നിക്ഷേപിച്ച് അതിൽ കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിന്മേൽ ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ നഗരസഭകൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും, അത് ജില്ലാ പഞ്ചായത്താകട്ടെ, ഗ്രാമപഞ്ചായത്താകട്ടെ, മുനിസിപ്പാലിറ്റി ആകട്ടെ, ബ്ലോക്ക് പഞ്ചായത്താകട്ടെ, അവരുടെ ഫണ്ട് കൃത്യമായിട്ട് തനത് ഫണ്ട് പോലും സമയത്തിന് അനുവദിക്കാത്ത ചരിത്രം നമുക്കറിയാം. അക്കാര്യത്തിലൊന്നും പുതിയ ഒരു വെളിപ്പെടുത്തലുകളും ആവശ്യമില്ല. കേരളത്തിലെ ജനങ്ങൾ അരിയാഹാരം കഴിക്കുന്നവരാണ്. അവർക്ക് ബുദ്ധിയും ബോധവുമുണ്ട്. ഈ ചരിത്രം അവരെ പറഞ്ഞ് മനസ്സിലാക്കണ്ട. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഫണ്ടിൻ്റെ ഷോർട്ടേജ് വന്നാൽ ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും അവർ ആരംഭിച്ച വികസന പദ്ധതികൾ പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വരും. ആരംഭിക്കാനിരിക്കുന്ന വികസന പദ്ധതികൾ മുന്നോട്ട് നീട്ടിവെക്കേണ്ടി വരും. ഇത് എല്ലാവർക്കും അറിയാൻ കഴിയുന്ന ഒരു സത്യമാണ്. അതുകൊണ്ട് മനഃപൂർവ്വം ഈ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഈ നഗരസഭ, BJP നേതൃത്വത്തിലുള്ള നഗരസഭാ കൗൺസിലിനെ, ഭരണത്തെ അട്ടിമറിക്കാനും നാണം കെടുത്താനും ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിക്കാനും വേണ്ടിയിട്ട് ആസൂത്രണങ്ങൾ നടക്കുകയാണ്, ചരടുവലികൾ നടക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ അത് നടപ്പാക്കും. CPM-നെ കുറിച്ച് ഇനിയും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇത്ര കണ്ട് രാഷ്ട്രീയം ഊണിലും ഉറക്കത്തിലും, തൂണിലും തുരുമ്പിലും രാഷ്ട്രീയം മാത്രം കളിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ വേറെയില്ല. ഇതുകൊണ്ട് തന്നെയാണ് ബംഗാളിലും ത്രിപുരയിലും അവർ ജനങ്ങളിൽ നിന്ന് ഏറെ അകന്നുപോയത്, ജനങ്ങളുടെ വെറുപ്പ് ഏറ്റവും കൂടുതൽ സമ്പാദിച്ചത് എന്ന സത്യം അവർ തിരിച്ചറിയുന്നില്ല. കേരളത്തിലും അതിൻ്റെ കേളികൊട്ട് ആരംഭിച്ചു കഴിഞ്ഞു. അതിലേക്കുള്ള മുതൽക്കൂട്ടാണ് CPM ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ നീക്കങ്ങളെല്ലാം. എന്തായാലും ഒരു കാര്യം സത്യമാണ്, BJP മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വയ്ക്കും എന്ന് തോന്നുന്നില്ല. ശക്തമായ കേന്ദ്ര ഭരണം അവർക്ക് പിൻബലം നൽകുന്നത് കൊണ്ട് തന്നെ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ BJPക്ക് കഴിഞ്ഞേക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. 200 കോടി രൂപ കൗൺസിൽ കൂടുന്നതിന് മുമ്പ് നഗരസഭാ സെക്രട്ടറി കൈമാറുമോ ഇല്ലയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്.